രാഹുൽ ഗാന്ധിക്ക് വലിയ വരവേൽപ്പാണ് നൽകുന്നത്. പ്രവർത്തകരും അനുഭാവികളും ചേർന്ന് വയനാട് റായ്ബറേലി MP രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തന്റെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് രമേശ് ചെന്നിത്തല, VD സതീശൻ, ഷാഫി പറമ്പിൽ MP എന്നിവർ ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇന്ന് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരും നേതാക്കളും ചേർന്ന വലിയ സ്വീകരണമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. വയനാട്ടിലെ തന്റെ വോട്ടർമാരെ കാണാൻ എത്തും എന്ന് രാഹുൽ നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നിതാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം വൻ ഭൂരിപക്ഷത്തിലാണ് 2 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി ജയിച്ചത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷിർ, കരിപ്പൂരിൽ വൻ വരവേൽപ്പാണോ രാഹുലിന്? തീർച്ചയായും സുജയ പാർവതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിനു ശേഷമാണ് രാഹുൽ ഗാന്ധി MP ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ പൊതുയോഗം സംഘടിപ്പിക്കപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലേക്ക് കടന്നു പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. അദ്ദേഹം വാഹനത്തിൽ കയറി ആദ്യത്തെ പരിപാടി നടക്കുന്ന എടവണ്ണയിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത്. ആ ഒരു വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ആദ്യത്തെ പരിപാടി നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന എടവണ്ണ മേഖലയിലാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ പരിപാടി നടക്കുക. ഈ 2 പരിപാടികൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോകുമെന്നുള്ളതാണ് നിലവിലെ ഷെഡ്യൂൾ. എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ 2 പൊതുയോഗങ്ങളിൽ പ്രസംഗങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായും മറുഭാഗത്തെ അദ്ദേഹത്തിന്റെ സഹോദരി കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തുണ്ടെന്ന പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ന് പല വേദികളിൽ പ്രസംഗിക്കുമ്പോൾ അത്തരമൊരു പ്രഖ്യാപനം എന്തെങ്കിലും തരത്തിലുണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സുജയ. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുബഷിർ, രാഹുൽ ഗാന്ധിക്കൊപ്പം ആരൊക്കെയുണ്ട്? എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ? എടവണ്ണയിലും കൽപ്പറ്റയിലുമാണ് രാഹും ഗാന്ധി ഇന്ന് വോട്ടർമാരെ കാണുക. ഇപ്പോൾ ജെബി മേത്തർ MP, ഷാഫി പറമ്പിൽ നിയുക്ത MP ഇവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ചേരുന്ന വൻ സംഘമാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി എത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ആദ്യമായി എത്തുകയാണ്. മുബഷിർ പി അക്ബർ, പ്രവർത്തകരുടെ ഒരു ആവേശം അത് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും അവർക്ക് ഒന്നിച്ച് രാഹുൽ ഗാന്ധിയെ കാണുന്നതിനായുള്ള അവസരം ഇപ്പോൾ ഒരുക്കുന്നത്? മണ്ഡലത്തിൽ എവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധി ഉണ്ടാവുക? എങ്ങനെയാണ് പരിപാടികൾ? എത്ര ദിവസം ഉണ്ടാകും? ഒപ്പം ആരൊക്കെയുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി. സുജയ പാർവതി, അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. അല്പസമയം മുമ്പ് അദ്ദേഹം വാഹനത്തിൽ കയറി ആദ്യത്തെ പരിപാടി നടക്കുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണ മേഖലയിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MP എന്ന നിലയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ജില്ലയിലെത്തുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന എടവണ്ണയിലാണ് ആദ്യത്തെ പരിപാടി നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോഴിക്കോട് കൽപ്പറ്റയിൽ പരിപാടി നടക്കുക. രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തിന് എന്നുള്ളതാണ്. വിശേഷം അദ്ദേഹം റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാജിവെക്കും. അവിടെ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന പ്രചാരണമൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി തന്നെയായ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇത്തരത്തിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ശക്തമായിട്ടുണ്ട്. നേരത്തെ രാഹുലിനോടൊപ്പം പ്രിയങ്കയും ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി മാത്രമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും എടവണ്ണയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് ആദ്യത്തെ പരിപാടി നടക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി പതിവിൽ നിന്ന് വിഭിന്നമായി നടത്തിയിരുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള അഭിപ്രായം ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും വിശേഷം UDF-ന് വലിയ മേധാവിത്വത്തിൽ കൂടി വിജയമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അത്തരമൊരു വിമർശനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കൂടാതെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കാണേണ്ടതാണ്. പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഇന്ന് രാഹുൽ ഗാന്ധിയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുമില്ല. അപ്പോൾ എന്തായിരിക്കും വയനാടിന്റെ
ഒരു സാഹചര്യം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചുമതലപ്പെടുത്തുക എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു മണ്ഡല സന്ദർശനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിലാണ് ആദ്യത്തെ പരിപാടി നടക്കുന്നത്. അതിനുശേഷമായിരിക്കും വയനാട് കൽപ്പറ്റയിൽ പരിപാടി നടക്കുക. 2 പരിപാടികളാണ് അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ണൂർ വഴി തിരിച്ചു പോകുമെന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പ് നൽകിയത്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമായിരിക്കും ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. അവിടേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതിനൊപ്പം നമുക്കും എത്താം. നമ്മുടെ ക്യാമറ ടീം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക്